നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാ പുണ്യാത്മാക്കൾക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോ, എന്താണ് ബ്രാഹ്മണ്യം, ആരാണ് ബ്രാഹ്മണർ, അതിൽ ലേശം ലോങ്ങായി പോയി എന്നുള്ളൊരു തോന്നി കുറച്ച് ഹ്രസ്വമായിട്ട് ഷോർട്ടായിട്ട് ആ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആരാണ് ബ്രാഹ്മണൻ? പുരാണം കൈകാര്യം ചെയ്യാൻ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ചില സാമുദായികമായിരിക്കുന്ന ബ്രാഹ്മണർ, നമ്പൂതിരി അല്ലെങ്കിൽ മറ്റ് ബ്രാഹ്മിൺസ്, ഒരു സമുദായത്തിൽ ഉള്ളവർക്ക് മാത്രമാണോ അധികാരം? ആരാണ് ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. ഈശ്വരനെ അറിഞ്ഞ് അനുഭവിച്ചവരാണ് ശരിക്കും ബ്രാഹ്മണർ. അതൊരു സമുദായത്തിൽ ജനിച്ചവർക്ക് മാത്രം അർഹതപ്പെട്ട ഒരു ഡെസിഗ്നേഷൻ അല്ല ബ്രാഹ്മണ്യം. ശനി ശൈവ ശുഭാകേച്ച പണ്ഡിത സമദർശിന എന്ന് ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. ശ്വാവിനെ പാകം ചെയ്ത് ഭക്ഷിക്കുന്നവർ, ആന, ചണ്ടാളൻ, ഇവരിലെല്ലാം സമബുദ്ധി പുലർത്തുന്നവനാണ് ജ്ഞാനി. അപ്പം ജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണനെങ്കിൽ ഈ സമദൃഷ്ടി ബ്രാഹ്മണനും വേണ്ടതല്ലേ? ഉച്ച നീചത്വം, ചിലർ ഉച്ച ജാതിയിൽ ജനിച്ചവർ, ചിലർ താണ ജാതിയിൽ ജനിച്ചവർ എന്ന വ്യത്യാസം എങ്ങനെ ഒരു ബ്രാഹ്മണൻ കാണും? പുരാണം, അതായത് എല്ലാം രചിച്ചതായിട്ട്, ശ്രീമദ് ഭാഗവത അടക്കമുള്ള പുരാണങ്ങളെല്ലാം രചിച്ചതായിരിക്കുന്ന വേദവ്യാസ മഹർഷി മുക്കുവ സ്ത്രീയുടെ മകനാണെന്ന് ഓർക്കണം. പല ദിക്കിലും വ്യാസനെ സംബോധന ചെയ്യുമ്പോൾ ബ്രഹ്മൻ എന്ന് സംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ബ്രഹ്മൻ്റെ സംബോധന അർത്ഥം ബ്രാഹ്മണൻ എന്ന് തന്നെയാണ്. ബ്രഹ്മജ്ഞാനമുള്ളവൻ ബ്രഹ്മൻ അല്ലെങ്കിൽ ബ്രാഹ്മണ. മുക്കുവസ്ത്രീ ജനിച്ചിട്ടുള്ള വ്യാസനെ എങ്ങനെയാണ് ബ്രാഹ്മണ എന്ന് വിളിക്കുന്നത്? രാമായണം രചിച്ചതായിട്ടുള്ള വാൽമീകി ജന്മമാത്ര ദ്വിജത്വം എന്നേ ഉള്ളൂ. ബാക്കി അദ്ദേഹത്തിൻ്റെ മഹത്വം മുഴുവൻ തപസ് കൊണ്ടുണ്ടായതാണ്, ജന്മം കൊണ്ടുണ്ടായതല്ല. അതേപോലെ പുരാണ കഥാഖ്യാനം നടത്തുന്ന സൂതൻ മിശ്രജാതിയാണ്, സാമുദായികമായിട്ടുള്ള ബ്രാഹ്മണനല്ല. ഭാഗവതം ശുഗമഹർഷിക്ക് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ശുഗമഹർഷി യം പ്രബ്രജന്തം അനുപേതം അപേതകൃത്യം എന്നാണ് വിശേഷണം. ഉപനയനാദി ശ്രൗതസ്മാർത്ത കർമ്മങ്ങൾ ചെയ്യാത്തവനും അച്ഛനായിരിക്കുന്ന വ്യാസനിൽ നിന്ന് ഭാഗവതം പഠിച്ച് ആത്മസ്വരൂപിയായി മാറിയവനും ആണ്. അവിടെ പുരാണം കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഒരു സമുദായത്തിൽ ജനിച്ചതുകൊണ്ടോ ഉപനയനാദി ശ്രൗതസ്മാർത്ത ചിഹ്നങ്ങൾ ഉള്ളതോ കൊണ്ടോ അവർക്ക് മാത്രമല്ല. ഇതിനൊക്കെ അതീതമാണ് പുരാണം എന്ന വിഷയം. പുരാണ ആചാര്യൻ ആർക്കുമാവാം എന്നല്ല, അതിന് അർഹതയുള്ളവർക്ക് ആവാം. എന്താണ് അർഹത? സമദൃഷ്ടി ഉണ്ടാവുക, ഭക്തി ഉണ്ടാവുക, ജ്ഞാനം ഉണ്ടാവുക. സമുദായത്തിൽ ജനനം അല്ല, ഉപനയനവും പോലും അല്ല. ശുഗമഹർഷിക്ക് ഉപനയനം പൂണൂലും ഉണ്ടായിരുന്നില്ല. പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം. ആശ്രമപ്രകാരം ബ്രഹ്മചാരിക്കാണ് പൂണൂല്, സന്യാസിക്ക് പൂണൂല് വേണ്ട. അതേപോലെ തന്നെ ജാതി സമുദായ പ്രകാരം നമ്മൾ ജനിച്ച ബ്രാഹ്മണനാണ് പൂണൂല്. അപ്പോൾ വർണ്ണത്തിനും ആശ്രമത്തിനും അതീതമാണ് പുരാണം കൈകാര്യം ചെയ്യാനുള്ള അധികാരം. അതൊരു സമുദായത്തിൻ്റെ ഒരിക്കലും കുത്തകയല്ല. ഇതിൽ നിന്നൊക്കെ അത് വളരെ വ്യക്തമാണ്. പറഞ്ഞു കൊടുക്കുന്നത് സൂതനാണ്, എഴുതിയത് വ്യാസനാണ്. ആദ്യത്തെ ഭാഗവതാചാര്യൻ പൂണൂലില്ലാത്ത ആളാണ്. അത് ഏത് വർണ്ണമാണ് പറയാൻ പറ്റില്ല. ബ്രാഹ്മണ വർണ്ണമാണെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഉപനയനം പോലും ഇല്ലാത്തതാണ്.
ഇതൊക്കെ ഒരു ഭാഗം. ദശമസ്കന്ധം 79 അധ്യായത്തിൽ ഒരു പ്രമേയമുണ്ട്. തീർത്ഥയാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായ ബലരാമൻ നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ സൂതൻ പുരാണം കൊടുക്കുകയാണ്. സൂതൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനപ്പേരാണ്. രോമകർഷണൻ എന്ന സൂതനാണ് അവിടെ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബലരാമനെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. പക്ഷേ രോമകർഷണൻ മാത്രം എഴുന്നേറ്റില്ല. അപ്പോൾ ബലരാമന് ദേഷ്യം വന്നു. ശരീരമുള്ള ആൾക്കൊക്കെ ഈ വക വികാരങ്ങളുണ്ടാവും. ഒരു ദർഭപ്പുല്ല് ജപിച്ച് ഈ സൂതൻ്റെ നേരെ എറിയുകയാണ്. ആ സൂതനാണ് മരിച്ചു വീണു. അപ്പോൾ ഋഷിമാരെല്ലാം പറഞ്ഞു, ബലരാമസ്വാമി അങ്ങേക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ട്. മരിച്ചത് ബ്രാഹ്മണനല്ല, രോമകൃഷ്ണൻ എന്ന സൂതനാണ്, മിശ്രജാതിയാണ്. അപ്പോൾ എങ്ങനെയാണ് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുക? പുരാണം കൈകാര്യം ചെയ്യുന്നവരിൽ ബ്രഹ്മതേജസ്സുണ്ട്. ആരാണോ പുരാണം ഭക്തിയോടുകൂടി കൈകാര്യം ചെയ്യുന്ന അവനാണ് ബ്രാഹ്മണൻ. ആ ബ്രഹ്മഹത്യാ പാപം പോവാനായിക്കൊണ്ട് അനവധി തീർത്ഥസ്നാനം ചെയ്യേണ്ടി വന്നു ബലരാമന്, അവതാരപുരുഷനായിട്ട് പോലും. പകരം പുരാണം പാരായണം ചെയ്യാൻ രോമകൃഷ്ണൻ്റെ പുത്രൻ ഉഗ്രശവസ് എന്ന സൂതനെ അവിടെ വയ്ക്കാനും ശൗനകാദികൾ നിർദ്ദേശിച്ചു. എന്നിട്ടും തീർത്ഥയാത്ര ചെയ്തിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവതാരപുരുഷനായ ബലരാമന് പോലും ബ്രഹ്മഹത്യാ പാപം നീങ്ങിയത്. അപ്പം മിശ്രജാതിയായ സാമുദായികമായിട്ട് നമ്പൂതിരിയോ ബ്രാഹ്മണനോ അല്ലാത്ത ആ രോമകൃഷ്ണനെ വധിച്ച് അവതാരപുരുഷനായിരിക്കുന്ന ബലരാമന് ബ്രഹ്മഹത്യാ പാപം ഉണ്ടായെങ്കിൽ പുരാണം കൈകാര്യം ചെയ്യുന്നവനിലാണ് ബ്രാഹ്മണ്യം. ഒരു സമുദായത്തിൽ ജനിച്ചതല്ല എന്ന് വളരെ വ്യക്തമാണ്. എല്ലാവരെയും സമദൃഷ്ടിയോടുകൂടി കാണുന്നവനാണ് ബ്രാഹ്മണൻ. പുരാണം, മഹാഭാരതം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ ഒരു സമുദായത്തിൽ ജനിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്ന് ഈ വക സംഭവങ്ങളെ കൊണ്ട് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ദയവായി നമ്പൂതിരിമാർക്കോ ബ്രാഹ്മണർ എന്ന് നമ്മൾ പറയുന്ന സമുദായത്തിൽ ജനിച്ചവർക്കോ മാത്രമല്ല ഇതൊന്നും കൈകാര്യം ചെയ്യാനുള്ള അർഹത ഉള്ളത്. അനവധി വർഷങ്ങളായിക്കൊണ്ട് തന്നെ നമ്മുടെ ഭാരതത്തിൽ അനവധി സമുദായത്തിൽ, നിരവധി സമുദായത്തിൽ ജനിച്ചവർ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നു. ജ്ഞാനാനന്ദ സരസ്വതി തിരുവതികൾ ജന്മനാ ബ്രാഹ്മണനല്ല. ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയൊരു അതോറിറ്റി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കുന്ന ബാലകൃഷ്ണ പിഷാരോടി എത്രയോ പുരാണപാരായണം നടത്തിയിരിക്കുന്നു. ഒരു വർഷത്തിൽ 52 ആഴ്ചയാണെങ്കിൽ 52-ലധികം സപ്താഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ 52 അദ്ദേഹം വന്നാൽ എങ്ങനെ നടത്താം? ചിലത് ശിഷ്യന്മാരെ ഏൽപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ചു വന്നത്. ഇത് സ്ത്രീകളായിട്ടുണ്ട്, പുരുഷന്മാരായിട്ടുണ്ട്, അമ്പലവാസികളായിട്ടുണ്ട്, നായന്മാരായിട്ടുണ്ട്, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഇത് നടത്തിക്കൊണ്ടുവരുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല. നിർഭാഗ്യവശാൽ ഇപ്പോൾ ബ്രാഹ്മിൺസ് അല്ലെങ്കിൽ നമ്പൂതിരിമാർ എന്ന് പറയപ്പെടുന്ന പൂണൂല് വേണം എന്നൊക്കെ നിഷ്കർഷിക്കുന്ന ഒരു സമുദായത്തിലേക്ക് മാത്രമായി ഈ സപ്താഹങ്ങളും പുരാണ കഥാഖ്യാനങ്ങളും പുരാണം കൈകാര്യം ചെയ്യലും ഒതുക്കുക എന്നത് തെറ്റാണ് എന്ന് ദയവായി എല്ലാവരും മനസ്സിലാക്കണം. അവരുടെ അറിവിലേക്ക് പറയുന്നു. നല്ലൊരു ഗുരുനാഥനെ കിട്ടുക, വിഷയത്തിൽ താല്പര്യം ഉണ്ടാവുക, ഭക്തി ഉണ്ടാവുക, ഇത്ര മാത്രമേ പുരാണം കൈകാര്യം ചെയ്യാനും സപ്താഹം കൈകാര്യം ചെയ്യാനും അർഹത വേണ്ടൂ. ഇതൊരു സമുദായത്തിൻ്റെ കുത്തകയല്ല എന്ന് ദയവായി എല്ലാവരും ധരിക്കണം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വേറൊരു ദിവസം കണ്ടുമുട്ടാം. നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.